മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ. ജനറൽ സർവീസ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കിലോമീറ്റർ ബേസിൽ കഴിഞ്ഞ സർവീസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം കൂടി ആയിട്ടുണ്ട്. 18,780 നമ്മൾ മാറ്റിയേക്കുന്നത്. ഇപ്പം നമുക്ക് 21,530 ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഓയിൽ ചേഞ്ചിൻ്റെ ടൈം കൂടി ആയിട്ടുണ്ട് കേട്ടോ. ഓയിൽ കൂടി കൂട്ടത്തിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സർവീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡ് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കിൻ്റെ കേസ് ഉണ്ടെന്നുള്ള കേസ്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻ്റ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആകെ കൂടി നമുക്ക് വരുന്നത് 120 മില്ലി ഓയിലാണ് നിലവിലുള്ളത്. അതിപ്പോൾ ലീക്കേജ് ആയിട്ട് ഇങ്ങനെ കൂടുതൽ ലീക്കേജ് വരുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കത് അതിൻ്റെ ഉള്ളിലുള്ള ലൂബ്രിക്കേഷൻ നടക്കാതെ ഹീറ്റിംഗ് വരും, വീലുകൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കംപ്ലയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഈ കൂട്ടത്തിൽ അഴിച്ച് മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ ഗിയർ ബോക്സ് അഴിക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ഈ ലൈനറും കൂടി മാറ്റിയിടാം കേട്ടോ. അഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. കാരണം ഇത് കമ്പനി ലൈനർ അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഒരു എന്താ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ ഒരു എന്താ പറയുക ഒരു ഒട്ടും ചെറുതായിട്ട് അതായത് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് നമുക്ക് കിട്ടാം. അപ്പോൾ ഈ ഇതഴിച്ച് ഗിയർ ബോക്സിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഇത് കൂടി മാറ്റിവിടാം. ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 900-950 രൂപ നമുക്ക് ലേബർ ചാർജ് അടക്കം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്യാം. എപ്പോഴാണ് നമ്മളത് അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമുക്ക് മാറ്റിയാലും മതി. പക്ഷേ ലീക്കേജ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ഹബിന് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയറും അത്യാവശ്യം പുതിയ ടയർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ അത് കൂടാതെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്, എന്നാൽ വലിയ പഴക്കമായിട്ടില്ല. കഴിഞ്ഞ സർവീസിലും നമ്മൾ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റി പുതിയത് ഒറിജിനലിലേക്ക് ആക്കിയിടാം. ഇപ്പോൾ തൽക്കാലം നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം. കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതുമ്പോൾ കിടക്കണം ബെൽറ്റ് ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണം, ഒറിജിനലല്ല. അപ്പോൾ നിലവിൽ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ സർവീസിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ ഒറിജിനൽ പാർട്സിലേക്ക് നമുക്ക് കൺവേർട്ട് ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. നമുക്ക് മെയിനായിട്ടുള്ളത് ഗിയർ ബോക്സാണ്. ഗിയർ ബോക്സ് നമുക്ക് വില്ലനായിട്ട് വരും കേട്ടോ. അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ വീലുകൾ കംപ്ലയിൻറ്റ് വരാൻ ഉള്ളൊരു കാരണമായിട്ട് മാറുന്നത്. പിന്നെ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ അതൊക്കെ ചെക്ക് ചെയ്തു. നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്ത് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കുഷ്യൻ ഈ ഷോക്കിൻ്റെ ഈ ബുഷ് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ കൈയോടെ ഇത് മാത്രം ഒന്ന് മാറ്റിയിട്ടേക്കാം. മറ്റേ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. നിലവിൽ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.778 എത്തണുണ്ട്. നമ്മൾ ബാറ്ററി ചെക്ക് ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്, കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കേട്ടോ. പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം വേറെ ഒന്നും ചെയ്യേണ്ട, പരമാവധി ഉപയോഗിക്കുക. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച് സെൽഫ് മോട്ടോർ സ്റ്റാർട്ട് ആവാത്തൊരു കണ്ടീഷനിലേക്ക് ആയിട്ട് മാറ്റിയാൽ മതി. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമുക്ക് നിലവിൽ പറഞ്ഞിട്ടില്ല. ജോബ് കാർഡിൽ ജനറൽ സർവീസ് മാത്രമാണ് പറഞ്ഞേക്കണേ. വാട്ടർ സർവീസോ അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ ഓയിലിൻ്റെ കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിലോമീറ്റർ കഴിഞ്ഞ സർവീസിൻ്റെ കിലോമീറ്റർ നമ്മൾ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ അതിൻ്റെ കിലോമീറ്റർ ആയേ നിൽക്കണേ കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറ്റി വിടാം. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ കേസൊക്കെ ആയാലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ജനറൽ സർവീസ് മാത്രമാണ് നമ്മുടെ പറഞ്ഞേക്കണേ. അതിന് പുറമെ പറഞ്ഞ കേസ് ജനറൽ സർവീസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് 600 രൂപയാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് വരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പാർട്സുകൾ ഏതെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേരിയേഷൻ വരാം. ഇപ്പോൾ ഇതിനകത്ത് ഗിയർ ബോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റേറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് 950 രൂപ 1000 രൂപ നമുക്ക് ഗിയർ ബോക്സുമ്പോൾ മാത്രമേ വരും. പിന്നെ ഫ്രണ്ടിലെ ആ ഗ്രീൻ ബുഷാണ് നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട പാർട്സ് ആയിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ ഓയിൽ, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടാം.
റിപ്ലൈ കിട്ടിയാലാണ് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി റാമ്പിലാണ്. അപ്പോൾ പരമാവധി നേരത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ.